ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റി അത്യാവശ്യം ചെറിയ മൂവ്മെൻറ്റ് കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം റെസിസ്റ്റൻസിൻ്റെ മുകളിലെത്തി. പിന്നെ അവരൊരു കൺസോളേഷനാണെന്ന് മാർക്കറ്റിലുണ്ടായിരുന്നത്. ടോട്ടൽ ഓവർവ്യൂ എന്ന് പറഞ്ഞാൽ അതാണ്. ബാക്കി നമുക്കൊന്ന് വന്ന ട്രേഡുകൾ നോക്കി നോക്കാം. സ്കാൽപ്പിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്കാൽപ്പിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. നമ്മൾ EMA ബേസിൽ ഒരു സ്കാൽപ്പിംഗ് മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ബൈ ചെയ്തെടുക്കാം. നിങ്ങൾക്കും അത് EMA വെച്ചിട്ട് ഈസിയായിട്ട് കണ്ടുപിടിച്ച് ചെയ്യാൻ പറ്റും. അതിന് ചെറിയൊരു മെത്തേഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ EMA ആണ്, ടോട്ടൽ അത് EMA ബേസ്ഡ് ആണ്. അപ്പോൾ അതൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ എനിക്ക് DM ചെയ്ത് ചോദിച്ചു നോക്കുക. ഞാൻ കുറേ ലെവൽസ് ഇൻസ്റ്റാഗ്രാമിലും പോരാ തന്നെ പെയ്ഡ് ഗ്രൂപ്പിലും ഫ്രീ ഗ്രൂപ്പിലും ഞാൻ കുറേ ലെവൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന ഒരു ലെവൽ എത്തുമ്പോഴാണ് നമ്മൾ ബൈ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുറച്ച് ലെവൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഒരു 8 മണിക്ക് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ആ ലെവലുകൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് സെൻസസ് ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്, പെയ്ഡ് ഗ്രൂപ്പിലിട്ടത് 436 585. ഈ 2 ലെവൽ ഞാൻ 8 മണിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ലെവലുകളാണ്. അപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ നോക്കുക. ഓൾറെഡി 436 ആദ്യത്തെ മിനിറ്റ് ക്യാൻഡിൽ തന്നെ കയറിയിട്ടുണ്ട്. ഈ ഗ്രീൻ ക്യാൻഡിൽ കയറുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. റെഡ് ക്യാൻഡിൽ വന്ന ശേഷം ലിമിറ്റിൽ വന്നിട്ട് വേണം എടുക്കാൻ, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് വന്നിട്ട് വേണം എടുക്കാൻ. ഇവിടെ അങ്ങനത്തെ ഒരു സിനാരിയോ ഇല്ല. അപ്പോൾ നമ്മൾ അഗ്രസീവായിട്ട് എടുക്കണ്ട. എടുത്താലും തെറ്റൊന്നുമില്ല, പക്ഷേ എടുക്കണ്ടെന്ന് വെക്കുക. അടുത്ത ലെവൽ 585 ആണ്. 585 റെഡ് ക്യാൻഡിൽ വന്നു. കറക്റ്റ് ലിമിറ്റ് തന്നെയാണ് നമുക്ക് ട്രേഡ് വന്നേക്കണത്. അതിനുശേഷം നല്ലൊരു പ്രോഫിറ്റാണ് ഇവിടെ നിന്ന് വന്നേക്കണത്. ലിമിറ്റിൽ തന്നെയാണ് എൻട്രി വരുന്നത്. ഫുൾ ടാർഗറ്റും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ 268 പോയിന്റ് മാക്സിമം 1 വേയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പെയ്ഡ് ഗ്രൂപ്പിൽ രാവിലെ കൊടുത്തിട്ടുള്ള ലെവൽസാണ്. ഈ 2 ലെവൽസ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാൻ താല്പര്യമുള്ളവർ പെയ്ഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലേ കാണാൻ പറ്റുള്ളൂ. പിന്നെ വേറെ ഒന്ന് കൊടുത്ത് 25,850 ആണ്. ഇതെല്ലാവരും കിട്ടുന്നതാണ് കേട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനലുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അതിൽ ജോയിൻ ചെയ്തിടുക. അപ്പോൾ അത് നമുക്കും കാണാൻ പറ്റും, നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ഇട്ടിട്ടുള്ളതാണ് ഈ 2 ലെവൽസും. ഒന്നല്ല കേട്ടോ, 105 എന്ന് പറഞ്ഞ ലെവൽ ഇട്ടിട്ടുണ്ട്, 142 എന്ന് പറഞ്ഞ ലെവൽ ഇട്ടിട്ടുണ്ട്. ഈ സ്ക്രീൻഷോട്ട് ഇൻസ്റ്റാഗ്രാമിൽ എടുക്കുന്നുണ്ട്. രാവിലെ 8 മണി ആ ടൈമിനൊക്കെ തന്നെയാണ് ഇട്ടേക്കണത്. ഇപ്പോൾ ഇത് നമുക്ക് നോക്കാം എങ്ങനെ വർക്ക് ചെയ്തേക്കണമെന്ന്. ഫസ്റ്റ് എൻട്രി വന്നത് 105 25,850 C ആണ് കേട്ടോ രാവിലത്തെ. രാവിലെ ഇതാണ് ഫസ്റ്റ് ക്യാൻഡിൽ. ഇന്നത്തെ 9 ക്യാൻഡിലിൻ്റെ ക്യാൻഡിൽ ഇതാണ്. അതിനുശേഷം റെഡ് ക്യാൻഡിൽ വന്നു. റെഡ് ക്യാൻഡിൽ ഇതൊരു ഡിസ്കൗണ്ട് എൻട്രി അല്ല, 112 ഞാൻ മേടിക്കാൻ പറഞ്ഞ പ്രൈസ് 105. അപ്പോൾ 6.7 വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെ ഇഗ്നോർ ചെയ്യാം, അല്ലെങ്കിൽ അത് എടുക്കാം. എടുത്ത് വേണമെങ്കിൽ നോക്കാം, പ്രശ്നമൊന്നുമില്ല. വലിയ ടാസ്കുകൾക്ക് പോകണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത്യാവശ്യം അടിയിലേക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ് അവിടുത്തെ സേഫ് പ്ലാൻ. പിന്നെ വന്നത് ഇവിടെയാണ്. ഇതാണെങ്കിലും ഇത്തിരി അഗ്രസീവാണ്, പക്ഷേ നല്ല എൻട്രികളാണ് ഇതൊക്കെ. സെൻസസ് അല്ലെങ്കിൽ നിഫ്റ്റി എന്തായാലും നല്ലൊരു പ്രോഫിറ്റ് അവിടെ കിട്ടും കേട്ടോ. 1 വേലാണ് 120 പോയിന്റോളം 1 വേലാണ് വന്ന് കാണുന്നത്. പിന്നെയാണ് കൺസോളേഷൻ. ഈ ഭാഗത്തേക്ക് പിന്നെ കൺസോളേഷനാണ്. നമുക്കിവിടെ കാണാൻ പറ്റും. ഇതേ പ്രൈസിൽ തന്നെയാണ്, ഈ 142 പ്രൈസിൽ തന്നെയാണ് വന്നിട്ട് പിന്നെയും ബൈ എടുത്ത് പോയിക്കണത്. ആ 142 അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈസാണ്. പിന്നെ അവിടെ നിന്ന് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു 130 പോയിന്റോളം വന്നിട്ടുണ്ട്. ഫുൾ ടാർഗറ്റൊക്കെ തന്നെയാണ്. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ടാർഗറ്റ് കിട്ടും. പക്ഷേ അത്രയൊന്നും ഒരാൾ വെയിറ്റ് ചെയ്യില്ല, അത്രയുള്ള കാര്യം. 150 പോയിന്റാണ് ഫുൾ ടാർഗറ്റ്. അത് വന്നിട്ടുണ്ട്. നമുക്ക് 1 വേളത്തെ ഒരു കാര്യം പറയാം, അതൊരു 130 പോയിന്റാണ്. ഇനി ഇവിടെ എത്തുമ്പോൾ എടുക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിസ്ക് ആണ് കേട്ടോ. 50-50 ചാൻസാണ് ഇവിടെ നിന്നൊക്കെ ബൈ എടുക്കുക, മുകളിലേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞാൽ 50-50 ചാൻസാണ്. അത് ഞാൻ പറയണില്ല. മുകളിലത്തെ 2 ലൈൻസ് ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ കൊടുത്തത് 197-95. അപ്പോൾ അത് തന്നെയാണ് പറഞ്ഞുള്ളൂ. ബാക്കി 2 ലെവൽസ് ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ കൊടുത്ത് 25,950 C ആണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നല്ല രീതിക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ഈ റെഡ് ക്യാൻഡിൻ്റെ ക്ലോസിങ് അടിയിലാണ് വന്നേക്കണത്. പിന്നെ കണ്ടിന്യൂസ്ലി ഗ്രീൻ ക്യാൻഡിൽസ് ഉണ്ടാവുമായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മുകളിലത്തെ ലെവൽസ് ഞാൻ കൊടുക്കാത്തതാണ് 130 പറഞ്ഞാൽ പ്രീവിയസ് ഡേയിൽ ഏതോ വന്ന ലെവലുകളാണ്. അത് ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ ഈ ഒരു സ്ട്രൈക്കാണ് ഈ ഒരു ടൈമിന് ഈ 86 എന്ന് പറഞ്ഞ പ്രൈസാണ് കൊടുത്തത്. പെർഫോം ആയിട്ടുണ്ട്, പക്ഷേ റെഡ് ക്യാൻഡിൻ്റെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. പിന്നെ ഞാൻ കൊടുത്ത് 26,000 കോളാണ്. 26,000 കോൾ ഒരെണ്ണം 14 പോയിന്റ് വന്നിട്ടുണ്ട്, ഒരെണ്ണം 10 പോയിന്റ് അടുപ്പിച്ച് നിന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഈ 2 ട്രേഡാണ് വന്നേക്കണത് 26,000 സിയിൽ. പിന്നെ ഒരെണ്ണം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് 25,900 ബിയിലാണ്. അത് ഇവിടെയാണ് കൊടുത്തേക്കണത്. 45 കൊടുത്തിട്ടുണ്ട്, 51 ലെവലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് 45 ആക്റ്റീവ് ആയിക്കണത്. പക്ഷേ 10 പോയിന്റ് ഒന്നുമില്ല, ഒരു 8-9 പോയിന്റാണ് വന്നേക്കണത്. പക്ഷെ 4-5 മിനിറ്റ് നിങ്ങൾക്ക് 8-9 പോയിന്റ് കിട്ടും. എക്സാക്റ്റ് 10 പോയിന്റ് ഒന്നുമില്ല. അപ്പോൾ അത് എക്സിറ്റ് അടിക്കേണ്ട വരികയൊക്കെ ചെയ്യും. അപ്പോൾ ടോട്ടൽ നമുക്കുണ്ടായിരുന്ന ട്രേഡ് ഇത്രയാണ്. അത്യാവശ്യം നല്ല ദിവസം തന്നെയാണ്. നിങ്ങൾ കറക്റ്റായിട്ട് ചാർട്ടിൽ നോക്കിയിരിക്കണം. അല്ലാണ്ട്
ഞാനിപ്പോൾ ആക്റ്റീവായെന്ന് പറഞ്ഞിട്ട് എടുക്കാനാണ് എന്ന തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറേ ട്രേഡുകൾ അത് പോസിബിൾ അല്ല. ഞാൻ ആക്റ്റീവായെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എടുക്കാനാണെന്നുണ്ടെങ്കിൽ കുറേ ട്രേഡുകൾ അത് പോസിബിൾ അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻഡിൽസിന് മുമ്പ് അങ്ങനെ സ്പീഡിൽ വരുന്നതുകൊണ്ട് സെക്കൻഡ്സ് വ്യത്യാസത്തിൽ തന്നെ എൻട്രികൾ മിസ്സാവും. അപ്പോൾ നിങ്ങൾ എൻ്റെ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, ടെലിഗ്രാം ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൽ പിൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പിൻ ചെയ്തിട്ടിട്ടുണ്ട് എങ്ങനെയാണ് എൻ്റെ ഒപ്പം ട്രേഡ് എടുക്കണ്ടേ എന്ന സെറ്റപ്പ്. അപ്പോൾ നിങ്ങൾ ഒരു 4-5 വട്ടം കാണും. അപ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടതെന്ന്. നമ്മൾ ആക്റ്റീവായി, ഞാൻ ആക്റ്റീവായെന്ന് പറയും, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ പറയാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. ആക്റ്റീവായെന്ന് ഞാൻ പറയും, എല്ലാതും ഉണ്ട് അവിടെ. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ മില്ലി സെക്കൻഡ് വ്യത്യാസങ്ങൾ എന്തായാലും വരും അവിടെ. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ചാർട്ടിലിരിക്കുക, എന്നാലേ നമുക്ക് പറ്റുള്ളൂ. അതിൻ്റെ ഒപ്പം നിങ്ങൾ സ്കാൽപ്പിങ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിലൊക്കെയും ഒരു EMA എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് കൂടി വരുന്നുണ്ട്. EMA ബേസ്ഡാണ് നമ്മൾ സ്കാൽപ്പിങ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെയും കൂടി അഡ്വാൻറ്റേജ് അവിടെ വരുന്നുണ്ട്. അത് ഞാൻ പറയണില്ല, നിങ്ങൾക്ക് താല്പര്യമുള്ളത് ബൈ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതെനിക്ക് പ്രത്യേകിച്ച് ടെലിഗ്രാം ഗ്രൂപ്പിലൊന്നും ഇടാൻ പറ്റില്ല, അത് സഡൻലി ബൈ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് കാണിച്ചൊന്നും ചെയ്യാൻ പറ്റുന്ന പരിപാടിയല്ല. എൻ്റെ ഈ മെത്തേഡ് അറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അതായത് ബൈ ചെയ്തെടുത്തുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ആ ട്രസ്റ്റിൽ വേണം നിങ്ങൾക്ക് ബാക്കി ബൈ ചെയ്യാൻ. EMA എന്ന് പറഞ്ഞ ആ ഒരു പുതിയൊരു സ്കാൽപ്പിംഗ് മെത്തേഡ് നിങ്ങൾ ബൈ ചെയ്തെടുക്കുക. അല്ലാണ്ട് എൻ്റെ പ്രോഫിറ്റ് എടുത്ത് പോണ ഇഷ്ടംപോലെ ഫ്രീ ഗ്രൂപ്പിലിരിക്കുന്ന മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കും ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങളത് ബൈ ചെയ്തെടുക്കുക തന്നെ വേണം. ഞാനത് ഫ്രീ ആയിട്ട് ഒരു ട്രേഡ് തരാമെന്ന് വെച്ചാൽ അവർ എന്നെ കൊണ്ട് പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ തന്നെ അത് നോക്കി കണ്ടുപിടിച്ച് ചെയ്യണം. വഴി ഞാൻ പറഞ്ഞുതരും, അത് കറക്റ്റായിട്ട് നിങ്ങൾ തന്നെ ചെയ്യണം. പക്ഷെ സഡൻ ബൈ കൊണ്ട് നമുക്കത് ടെലിഗ്രാമിലൊന്നും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് നിൽക്കാനുള്ള സമയം കിട്ടില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ബൈ ചെയ്തെടുത്തിട്ട് നോക്കി നോക്കുക. ഇതിൻ്റെ ഇടയിൽ കുറേ ട്രേഡുകളൊക്കെ വരും. ആ ട്രേഡ് കിട്ടണമെങ്കിൽ ആ ഒരു സ്കാൽപ്പിങ് കൂടി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞു വരണത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സെറ്റപ്പിൽ ഓക്കെയാണ് നിങ്ങളത് കണ്ടിന്യൂ ചെയ്തൊരു പ്രശ്നമില്ല. അപ്പോഴും ഇത് പഠിക്കാത്ത ഇഷ്ടം പോലെ പേരുണ്ട്. നമുക്ക് താല്പര്യമുള്ളവർക്ക് അത് സ്റ്റഡി ചെയ്തെടുക്കുക. അപ്പോൾ അത്രയും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക, ഷെയർ, ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഒരു ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.